നാവിന് നല്ല മൂർച്ചയുണ്ടെന്ന് വെച്ച് ഉമ്മയെ ചീത്ത പറഞ്ഞുകൂടാ, ഉപ്പയെ തെറി പറഞ്ഞുകൂടാ, അതേ ജ്യേഷ്ഠന്മാരെ ആക്ഷേപിച്ചുകൂടാ, അതേ മുതിർന്ന ആളുകളെ ഒരിക്കലും അപമാനിച്ചുകൂടാ. നമ്മുടെ നാവ് തന്നിരിക്കുന്നത് അതിനല്ല, നമ്മുടെ നാവ് തന്നിരിക്കുന്നത് അതിനല്ല. അത് അവരോടൊക്കെ ഖൈറ് പറയാനാണ്, അവരോടൊക്കെ നല്ലത് പറയാനാണ്, അവരോടൊക്കെ സന്തോഷം പറയാനാണ്. ഖൈറ് പറയാൻ കഴിയില്ലെങ്കിലോ, നല്ലത് പറയാൻ കഴിയില്ലെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ച പരിഹാരമുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ. ഖൈറ് പറയാൻ കഴിയുമെങ്കിൽ ഖൈറ് പറയണം. ഔ ലിയസ്മുത്, അതിന് കഴിയില്ലെങ്കിലോ മൗനം ദീക്ഷിക്കണം കേട്ടോ. നാവ് കൊണ്ടങ്ങനെ ഇട്ടടിച്ച് എന്തും പറയാമെന്ന് ചിന്തിക്കുന്നത് നിന്റെ അമല് നഷ്ടപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാം, ഒരു കൂട്ടുകാരൻ ഒരു പാത്രം നിറയെ അലുവ കൊടുത്തയക്കുകയാ. ഒരു മഹാനാണത് കൊടുത്തയക്കുന്നത്. ഈ കൂട്ടുകാരന്റെ മുന്നിൽ നല്ല മധുരമുള്ള അലുവ വന്നപ്പോ കൂട്ടുകാരൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ അലുവ, ആരാണ് ഈ അലുവ തന്നത്? ആ സമയത്ത് കൊണ്ടുവന്ന മനുഷ്യൻ പറയുന്നു, ഇന്നാലിന്ന മഹാൻ തന്നതാ. ചോദിക്കുമ്പോ പറയുന്നു, അവൻ എന്നെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്. നാവ് കൊണ്ടങ്ങനെ പറയുമ്പോ അവൻ ചെയ്ത അമലുകളൊക്കെ എനിക്ക് വന്നല്ലോ, അതിന്റെ സന്തോഷം കൊണ്ട് അവനക്കൊരു ഗിഫ്റ്റ് കിടക്കട്ടോ എന്ന നിലക്ക് ഞാൻ കൊടുത്തയച്ചതാണ് ഈ അലുവ കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യം നിസ്സാരമല്ല. നാവനാവശ്യമായി ചലിപ്പിക്കരുത്. പ്രത്യേകിച്ച് തങ്ങന്മാര് സയ്യിദുമാർക്കെതിരെ നാവ് ചലിപ്പിക്കരുത്. ഒരു സയ്യിദിനെയും നമ്മുടെ തെറി പറയരുത്, ഒരു പണ്ഡിതനെയും നമ്മുടെ ചീത്ത പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ആലിമീങ്ങളുടെ കഥ പറയുമ്പോ, ആലിമീങ്ങളെ കുറിച്ച് വായിച്ചെടുക്കുമ്പോ, അവരുടെ ഒക്കെ ഇൽമിന്റെ ആഴം പഠിക്കുമ്പോ നമുക്കത് പറയാനെന്ത് യോഗ്യതയാ? നിസ്കാരത്തിന്റെ ഫർദ് 14 തെറ്റുകൂടാതെ ഒന്ന് പറയാൻ പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ എത്ര കണ്ടതുണ്ട്? നിസ്കാരത്തിന്റെ ഷർത്ത് എത്ര കണ്ടുണ്ട്? അതേ ജീവിതത്തിൽ പാലിക്കേണ്ട അദബുകളെ കുറിച്ച് പ്രധാനമായും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തലയിൽ എത്രയുണ്ട്? പരിമിതമാണല്ലോ. എന്നാൽ ആഴമേറിയ ഇൽമുള്ള ദൈനംദിനം വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരാലിമിനെയും നമ്മൾ ചീത്ത പറയണ്ട, ഒരു പണ്ഡിതനെയും നമ്മൾ ചീത്ത പറയണ്ട, ഒരു സയ്യിദിനെയും നമ്മൾ തെറി പറയണ്ട. കാരണം നമുക്ക് മുത്തുനബിയെ കാണണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാഇന്റെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ഹബീബിലേക്ക് ചങ്ങല കിടക്കുന്നവരാണ് അലിമീങ്ങൾ, കുടുംബപരമായി ചങ്ങല കിടക്കുന്നവരാണ് തങ്ങന്മാർ. ഈ തലയിൽ നിന്നൊന്ന് കുലുക്കി കൊടുത്താൽ ആ ചങ്ങല കുലുങ്ങുന്നത് റൗളയിൽ ചെന്നുകൊണ്ടാ. അതേ ഒരു തങ്ങളെ അങ്ങ് കുലുക്കി കൊടുത്താൽ ആ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് റൗളയിൽ ചെന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രണ്ട് യോഗ്യതയും സാധുക്കളായ നമുക്കില്ലല്ലോ. പരന്ന ഇൽമെന്ന് പറയാനില്ലല്ലോ, ആഴമേറിയ അറിവെന്ന് പറയാനില്ലല്ലോ. നിസ്കരിക്കുന്ന 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ തന്നെ അത് സമ്പൂർണമായി ഇഖ്ലാസോടുകൂടെയാണെന്ന് പറയാനില്ലല്ലോ. അത് റബ്ബ് സ്വീകരിച്ചോ അറിയില്ലല്ലോ, അതിലെത്ര കുറവുണ്ട് അറിയില്ലല്ലോ. നാളെ മുത്തുനബിയെ കാണണമല്ലോ, മരിക്കുന്ന സമയത്ത് ഹബീബിന്റെ മുഖം കാണണമല്ലോ.